അബ്സല്യൂട്ട് സിനിമ. ഒന്നും നെഗറ്റീവ് പറയാനൊന്നുമില്ല. ലാഗ് ഉണ്ടായി തോന്നി, പക്ഷേ സിനിമ കൊള്ളായിരുന്നു. സ്റ്റോറി അത്ര ഗ്രിപ്പിംഗ് അല്ലായിരുന്നു. വേറെ ലെവലെ പടം. വിക്രം ജീവിച്ച് കാണിക്കുകയാണ്. നല്ല പടമാണ്. വിക്രമിൻ്റെ പെർഫോമൻസ് കിടിലമാണ്. പാർവതി വിക്രമിൻ്റെ മാത്രമല്ല, എൻറ്റയർ കാസ്റ്റിനോട് പെർഫോമൻസ് അത്ര കിടിലമായിരുന്നു. വിഷ്വലി നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. പക്ഷേ VFX ഭാഗങ്ങൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നി. ബട്ട് ഓവറോൾ നമുക്ക് കാണാൻ പറ്റിയ നല്ല പടമാണ്. അബ്സല്യൂട്ട് സിനിമ. വിക്രം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉലകനായതിനു ശേഷം നമ്മൾ ആളെയാണ്, ഒരു രക്ഷയില്ല. പടം നിങ്ങൾ നോക്കി, ഹൈപ്പില്ലാത്തൊരു നൈസ് പടമാണ്. കാസ്റ്റ് എല്ലാം ഓൾ ആക്ടിങ് നൈസ്. പാർവതി ഒരു ഒന്നൊന്നര ആക്ടിങ് ആയിരുന്നു. മലയാള സിനിമയിലുള്ളതല്ല, തമിഴിൽ കൊണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടർ കൊടുത്ത് ഡിഫറെൻ്റ് ആയിട്ട് ഒരു നടിപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പടം നൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിക്രമൊക്കെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. പടം പക്ഷേ നമ്മളൊരു വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാണെങ്കിൽ പടം നല്ല ഇഷ്ടപ്പെടും. പടം വേറെ ലെവല് പടം. വിക്രം ജീവിച്ച് കാണിക്കുകയാണ്. കരയാനേ ഉള്ളൂ. കാര്യം നമ്മൾ പടം കാണണം. നല്ല അടിപൊളി പടം. പക്ഷേ വിക്രം ഇത്രയും അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എൻ്റെ അമ്മ എന്തോന്നു അയാൾ വേറെ ലെവൽ ബ്രോ. വേറെ ലെവൽ. നല്ല മൂവിയാണ്. ഒന്നും നെഗറ്റീവ് പറയാനൊന്നുമില്ല. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് വർക്കേഴ്സ് ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിരുന്നു. നല്ല മൂവി, അടിപൊളി. എല്ലാവരും അടിപൊളി ആക്ടിങ് കേട്ടോ. എല്ലാവരും ഫുൾ ടീം വേറെ ലെവൽ കേട്ടോ. ഭയങ്കര ടീം അടിപൊളിയാട്ടോ. ഒരു രക്ഷയില്ല. ഇത്രയും നാളത്തെ എഫേർട്ടിനൊരു ഇത് തന്നെ പടത്തിൽ കാണാനുണ്ട്. ലാഗായിട്ടൊന്നുമില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുക. എന്താണെന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കും. തുടക്കുന്ന ആ മൊമെന്റ് തൊട്ട് അവസാനം വരെയും ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഉണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ വിക്രം ആസ് യൂഷ്വൽ തന്നെയാണ്. നമുക്ക് വിക്രത്തിനെ പറ്റി എന്താ പറയുക, പെർഫോമൻസ് എപ്പോഴും പുള്ളി എക്സലൻ്റ് തന്നെയാണ്. പടം കുഴപ്പമില്ല, വലിയ കാര്യമായിട്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ വിക്രമിൻ്റെ ബാക്കി ആക്ടിങ്ങും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും GVPയുടെ മ്യൂസിക്കൊക്കെ കൊള്ളാം. പക്ഷേ സ്റ്റോറി അത്ര ഗ്രിപ്പിംഗ് അല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറേ കയറ്റം ഇറക്കം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സമയത്ത് സ്റ്റോറി പെട്ടെന്ന് അങ്ങ് സ്ലോ ആയി. അങ്ങനത്തെ ഇത് റൈറ്റിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ട്. കണ്ടിരിക്കുക എല്ലാം. സിനിമ കൊള്ളായിരുന്നു. വിക്രമിൻ്റെ ആക്ടിങ് സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു. കാരണം ഒരു നാഷണൽ അവാർഡിന് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. കുറച്ച് ലാഗ് ഉണ്ടായി തോന്നി, പക്ഷേ സിനിമ കൊള്ളായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എത്രയും വർഷം കഴിഞ്ഞ് ഇറക്കിയിരുന്നാലും നല്ല BGM ആയിരുന്നാലും ഒന്നും പറയില്ല. നല്ല വിഷ്വൽ എഫക്റ്റ്, പാട്ടായിരുന്നാലും സീൻസൊക്കെ ഓരോ സീനിനും നമുക്ക് അടുത്തെന്താണെന്ന് നമുക്ക് ഒരു ഇത് വരും. എക്സ്പെക്റ്റേഷൻ വെച്ച് തന്നെ കാണാൻ വേണ്ടി വരും. അടിപൊളിയായിട്ടുണ്ട്. പാർവതി പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല മേക്കിംഗ് സൂപ്പറാണ്. സ്റ്റോറി റിയൽ സ്റ്റോറി അല്ല, അപ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമോ? ചില ഡയലോഗ് ഉണ്ട് തമിഴന്മാർക്ക് നല്ല മനസ്സിലാവണം. നമുക്ക് ആ ഡയലോഗ് എല്ലാം പേടില്ല. അടിപൊളിയാണ്.